എല്ലാ മലയാളികൾക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങൾക്ക് 2026 പുതുവർഷ ആശംസകൾ അറിയിച്ചുകൊള്ളും. 1/1/2026 തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് മേടം മുതൽ മീനം വരെയുള്ള കൂറിൽ ജനിച്ചവർക്കാണെങ്കിലും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ പുതുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ അടുത്ത വർഷം ഞങ്ങൾക്ക് എങ്ങനെയിരിക്കും എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ മേടം മുതൽ മീനം വരെയുള്ള രാശികളുടെ ഫലങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പൊതുവായിട്ട് ലോകത്തിനും ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ എങ്ങനെയായിരിക്കും അടുത്ത വർഷം എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. ഈ 2026 പുതിയ വർഷം പിറക്കുന്നതേ ഇടവൻ രാശിയിലെ രോഹിണി നക്ഷത്രത്തിലാണ്. അതായത് 1/1/2026. രോഹിണി എന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നക്ഷത്രത്തിൽ പുതുവർഷം പിറക്കുന്നത് കൊണ്ട് ലോകത്തിനാകെ ഒരു 35 മുതൽ 40% വരെ നല്ല ഫലങ്ങളാണ് പറയാനുള്ളത്. എന്നാൽ ഈ ദോഷഫലങ്ങൾ 60 മുതൽ 65% വരെ ഉണ്ടാവുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ഈ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ലോകത്ത് അങ്ങിങ്ങായി അനുഭവപ്പെടും. വ്യാഴം എന്ന ഗ്രഹം ഈ വർഷം തന്നെ അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറും. ആ സമയത്ത് വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി സ്ഥിതിയുണ്ട്. മെയ് മാസം കഴിഞ്ഞ് വ്യാഴം മാറുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഗുണാനുഭവങ്ങൾ കണ്ടു തുടങ്ങും. ഏകദേശം മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. അതുകൊണ്ട് ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയാകെ ഒരു ഉണർവുണ്ടാകുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാകും. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ദൈവവിശ്വാസം കൂടുന്നൊരു വർഷമായിരിക്കും ഇത്. കാരണം ആദിത്യൻ്റെ രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവത്തെ മനുഷ്യൻ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന എപ്പോഴാണെന്ന് നമുക്കറിയാം. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ്. അന്യദേശത്ത് വസിക്കുന്ന ഇന്ത്യക്കാർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. കാരണം ഈ തൊഴിൽപരമായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസൂയ പൂണ്ടിട്ട് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ആക്രമണമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കലുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ ലോകരാജ്യങ്ങളിൽ എന്നതുപോലെ തന്നെ ഇന്ത്യയിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അശാന്തമാകാനുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ ഒരു വർഷക്കാലത്തെ ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴം മീനൻ രാശിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ ശനി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശനി കൂടുതൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. കർക്കിടകം രാശിക്ക് വ്യാഴം 6ാം ഭാവാധിപനായതുകൊണ്ട് ഈ മൂടി വയ്ക്കപ്പെട്ടിട്ടുള്ള കള്ളങ്ങളൊക്കെ തെളിയും. അല്ലെങ്കിൽ മറച്ചു വച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ വെളിച്ചത്ത് വരും. കാണാതെ കിടക്കുന്നതൊക്കെ കണ്ടു കിട്ടും. ഈ കൂട്ടം ചേർന്ന് ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെടും. അതുപോലെ ഈ വ്യാഴത്തിൻ്റെ 6ാം ഭാവാധിപത്യം ഒരു പ്രത്യേകത എന്നാൽ ഈ വ്യാഴത്തിന് ആകാശകാരകത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് വ്യോമ ഗതാഗതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങും. ഇനി നമുക്ക് മേടം മുതൽ മീനം വരെ കൂറുകളിൽ ജനിച്ചവർക്ക് അടുത്ത ഒരു വർഷം എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാം. ആദ്യം ചിന്തിക്കുന്നത് മേടൻ രാശിയാണ്. ഇവർക്ക് 7.5 ശനി നടക്കുകയാണല്ലോ. അപ്പോൾ ശനി നീചം വരുന്ന രാശി മേടമാണ്. അപ്പോൾ മേടത്തിലേക്ക് ശനി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയുടെ ബലം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഉറക്കം കുറയും. മനസ്സ് എപ്പോഴും ഇങ്ങനെ കലുഷിതമായിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഉപകാരമൊക്കെ ചെയ്താൽ അത് തിരിച്ച് ദോഷമായിട്ട് തന്നെ വരുന്നൊരു സമയമാണിത്.
അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസ ചൊല്ലുന്നതുമൊക്കെ ഇതിനൊരു നല്ല പരിഹാരമായിട്ട് കാണാം. എങ്കിലും ഈ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സൊക്കെ മോശമായവർക്ക് അത് മെച്ചപ്പെടും. പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് അതിന് മാറ്റം ഉണ്ടായിട്ട് പഠനം അഭിവൃദ്ധികരമായിട്ട് പോകും. കുറേ കാലമായിട്ട് വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ഇനി വിവാഹം നടന്നിട്ട് ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളുള്ളവർക്ക് അത് പരിഹരിക്കപ്പെടും. അതുപോലെ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. കുടുംബ സമാധാനമില്ലാത്തവർക്ക് അത് ലഭിക്കും. കുടുംബ കോടതിയിൽ കേസ് നടത്തുന്നവർക്ക് എല്ലാം തന്നെ വളരെ ഗുണകരമായ അനുഭവ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026. ഉറപ്പായിട്ടും വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിൽ ഈ പരീക്ഷയിൽ സപ്ലി ഒക്കെ കൂടുതലായിട്ടുള്ളവർ അപ്രതീക്ഷിതമായിട്ട് തന്നെ അവർ അത് പാസ്സാകുന്നത് കാണാം. എങ്ങനെ പാസ്സാകുന്നു എന്ന് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ല. ഇപ്പോൾ ഗ്രഹസ്ഥിതി അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ തകർച്ച അനുഭവപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വർഷമായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക സഹായം ലഭിക്കും. അത് ഏത് വഴി ആണ് എന്നുള്ളത് അത്ഭുതകരമായിട്ട് അവർക്ക് അനുഭവപ്പെടും. ആ വഴി ഉപയോഗിച്ച് തന്നെ അവർക്കത് പിടിച്ചു കയറാൻ പറ്റും. അതുപോലെ തന്നെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും. ഈ മേടൻ രാശിയിൽ ജനിച്ചവർ ഈ വർഷം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മാറും. അത് ആ രാശിയിൽ ജനിച്ചവർക്ക് പോലും അത്ഭുതകരമായിരിക്കും. അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള TV ആണെങ്കിലും AC ആണെങ്കിലും വാഹനമാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ധനം വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഒക്കെ അനുഭവത്തിൽ വരും. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാഹനത്തിൽ അമിതമായ സ്പീഡിൽ പോകാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഓടിക്കുന്ന വാഹനങ്ങളാണെങ്കിലും സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ പറയണം, സ്പീഡ് കുറയ്ക്കണം എന്ന് പറയണം. അതുപോലെ വാഹനങ്ങളിൽ അഭ്യാസങ്ങൾ കാണിക്കുന്ന മേടൻ രാശിക്കാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ മറ്റുള്ളവരോട് തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ സന്താനങ്ങളോട് കയർത്ത് സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക. സന്താനങ്ങളെ ശിക്ഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് ശിക്ഷിക്കാതിരിക്കുക. ഒരു നയത്തിലൊക്കെ സംസാരിച്ച് സ്നേഹത്തോടെ തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ നാളായിട്ട് ബാധിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ മാറി നല്ലൊരു അനുഭവം അവർക്കുണ്ടാകുന്നതാണ്. ഈ രാശിക്കാർ എല്ലാ മാസവും പ്രാർത്ഥിക്കേണ്ടത് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലാണ്. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുകയോ വെണ്ണ നിവേദ്യം നൽകുകയോ ഒക്കെ ചെയ്ത് അനുഗ്രഹം നേടാവുന്നതാണ്. അടുത്തത് ഇടവൻ രാശിയാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് വയർ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനക്ലേശമോ കടുത്ത വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. അതാണ് കുറച്ച് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അല്ലാതെ നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കേണ്ട കാര്യമില്ല. 2026-27 വർഷം വളരെ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. മാതാപിതാക്കളെ നന്നായിട്ട് പരിചരിക്കണം. അവരോട് വഴക്കിടാനൊന്നും പോകരുത്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാതെ നോക്കണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ പതിയെ അവിടുന്ന് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിച്ചാൽ അത് സിവിയറായി പ്രശ്നങ്ങളിലേക്ക് പോകാതെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ചികിത്സ നേടണം. പിന്നെ ദുർഗാദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. മെയ് മാസം 14-ാം തീയതി കഴിയുമ്പോഴേക്കും വിവാഹം നടക്കൽ, വാഹനം വാങ്ങൽ, വീട് വയ്ക്കൽ, ഭൂമി വാങ്ങൽ, കാർഷിക മേഖലയിൽ നിന്നും ലാഭം ഇവയൊക്കെ ലഭിക്കും. കൂടാതെ കൂടുതലായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണിത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആത്മധൈര്യം കിട്ടും. ഈ രാശിയുടെ അധിപതി എന്ന് പറയുന്നത് ശുക്രനാണല്ലോ.
അപ്പോൾ ഈ ശുക്രൻ എന്ന് പറയുന്നത് സുഖത്തിൻ്റെ ഒരു കാരകനാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഉല്ലാസയാത്ര ചെയ്യുക, മറ്റു വിധത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ കലാപരമായ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, കലാപരമായ പ്രവൃത്തിയിലൂടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനലാഭം വരെ ഉണ്ടാക്കുക, ഇവയ്ക്കൊക്കെ പറ്റിയ സമയമാണിത്. അപ്പോൾ ഈ രാശിക്കാർ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ദർശനം നടത്തുക, പാൽപ്പായസം വഴിപാടായിട്ട് കഴിപ്പിക്കാം, പുഷ്പഹാരം ചാർത്താം, പുഷ്പാഞ്ജലിയൊക്കെ നടത്താം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ദൈവാധീനം വരുത്താവുന്നതാണ്. അടുത്തത് മിഥുനം രാശിയാണ്. ഈ രാശിയിൽ ജനിക്കുന്നവർ ഈ ഒരു വർഷം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ സ്ഥലം മാറ്റം ഉണ്ടാകുക, വീട് മാറ്റം ഉണ്ടാകുക, തൊഴിൽ മാറ്റം ഉണ്ടാകുക, അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും. ജൂലൈ മാസം 14-ാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കാനാണ് സാധ്യത. എല്ലാവിധത്തിലുള്ള നല്ല കാര്യങ്ങളും ഈ വർഷം അവർക്ക് അതോടൊപ്പം തന്നെ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഇപ്പോൾ നിയമപരമായ പോരാട്ടം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ സന്താനമില്ലാത്തവർക്ക് സന്താന ലബ്ധിയുടെ സാഹചര്യം ഉണ്ടാകും. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ ആ അവസ്ഥ മാറി തൊഴിൽ ലഭ്യമാകും. ബിസിനസ് ഇല്ലാത്ത ആൾക്കാർക്ക് പുതിയതായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. വിദ്യാഭ്യാസപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് മാറിക്കിട്ടും. തൊഴിൽ മേഖലയിൽ നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള വർഷമാണ് 2026. അതായത് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൊക്കെ ലഭിക്കാനോ ഉള്ള സാഹചര്യം ഈ 2026 ഉണ്ടാകും. അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ കാര്യങ്ങളിലൊക്കെ പങ്കാളികൾ ആകാനുള്ള ഒരു യോഗവും അവർക്കുണ്ടാകും. ജൂലൈ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ തലയുടെ ഭാഗം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഭാഗം തുടങ്ങിയവയ്ക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. രോഗബാധ അല്പം ചെറുതായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് ശ്രദ്ധിച്ച് വേണ്ട കണക്കുള്ള ചികിത്സകളൊക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ പത്രപ്രവർത്തകർ, പുസ്തകരചന, പ്രസംഗ കലകൾ, ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് വലിയ വലിയ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ ഒക്കെ കിട്ടാനുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാശിയിൽ ജനിച്ചവർ ഈ ഒരു വർഷം ദൈവാധീനം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഒരു തുളസിമാലയൊക്കെ ചാർത്തി ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതി. അടുത്തത് കർക്കിടകം രാശിയാണ്. അപ്പോൾ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഉറപ്പായിട്ടും മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. കാരണം ഇവർക്ക് 8-ൽ രാഹു ആണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യം ആയതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ രോഗാവസ്ഥകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഉപാധി ഈ നവഗ്രഹ നവഗ്രഹത്തിലെ വ്യാഴത്തിന് മാസത്തിൽ ഒരു ദിവസം പോയിട്ട് ഒരു മാല ചാർത്തി പ്രാർത്ഥിക്കുക. വലിയ വലിയ വിജയങ്ങളെ നൽകുന്ന രാശിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. കാരണം നേരത്തെ അഷ്ടമത്തിലായിരുന്ന ശനി മാറിയിട്ടുണ്ടല്ലോ, അത് 9-ലേക്ക് മാറിയിട്ട് ഇപ്പോൾ 9-ലാണല്ലോ നിൽപ്പ്. അപ്പോൾ ഈ ശനി ഇങ്ങനെ 9-ലിരിക്കുന്നതിനാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മാതാപിതാക്കളെ വേണ്ടുന്ന രീതിയിൽ തന്നെ സംരക്ഷിക്കണം. കാരണം ഈ രാശിക്ക് 6-ാം ഭാവാധിപതിയും 9-ാം ഭാവാധിപതിയുമാണ് വ്യാഴം. ആ വ്യാഴം ഉച്ചസ്ഥനായ കർക്കിടകം രാശിയിലേക്ക് വരാനായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മിഥുനത്തിൽ നിന്നിങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടകൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം. അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ വേണം. ബാക്കി എല്ലാ നല്ല കാര്യങ്ങളും ഗ്രഹം തന്നോളും. ഇപ്പോൾ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വലിയ വീട്ടിലേക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെ താരതമ്യേന ചെറിയ രീതിയിലുള്ള തൊഴിലിൽ നിന്നും വലിയ നിലയിലുള്ള
തൊഴിലിലോട്ട് മാറാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. പിന്നെ സർക്കാരിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ സർക്കാർ അനുബന്ധ ഘടകങ്ങളുടെ ഭാഗമാകാനോ ഒക്കെ പറ്റുന്ന ഒരു വർഷമാണിത്. പിന്നെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം നടക്കാത്ത കർക്കിടകക്കൂറുകാർക്ക് നിശ്ചയമായിട്ടും 2026 വിവാഹം നടന്നിരിക്കും. കാരണം ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നവഗ്രഹത്തിലെ വ്യാഴത്തിനും ശനിക്കും വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുകയോ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വഴിപാടുകളൊക്കെ ചെയ്യുന്നതോ ഈ രാശിക്കാർക്ക് ദൈവാധീനം ഉണ്ടാകുന്നതിന് സഹായകമാകുന്ന ഘടകമാണ്. അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ഈ ചിങ്ങൻ രാശിക്കാർ 8ലെ ശനി അല്ലെങ്കിൽ അഷ്ടമശനി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിഷമത്തോടെ ഇരിക്കുകയാണ്, ഉറക്കമില്ല. അപ്പോൾ ചിങ്ങത്തിൻ്റെ 6ാം ഭാവാധിപതിയും 7ാം ഭാവാധിപതിയുമാണ് ഈ ശനി. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ വാഹന കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പം അല്പം ബുദ്ധിമുട്ട് ഉള്ള നിലയിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ നല്ല നല്ല ബന്ധങ്ങൾ തകരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നല്ല ക്ഷമ കാണിക്കണമെന്നർത്ഥം. കഴിവതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത്. അതുപോലെ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ ഒന്നും നടത്തരുത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കൂട്ടം കൂടി നടക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. പിന്നെ ജന്മത്തിൽ കേതു ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ BP സംബന്ധമായതോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞ ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിലിങ്ങനെ പേടിച്ച് ഞെട്ടി ഉണരുക, ഇവയെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിക്കാർ രാത്രിയിൽ ആഹാരം കഴിച്ചാൽ ഉടൻ കിടക്കരുത്. ഇടയ്ക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചിങ്ങമെന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ചൂട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമായിട്ടിരുന്നാൽ വലിയ വലിയ വിജയങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ നല്ല വാർത്തകൾ നമുക്ക് ലഭിക്കും. വിദ്യാ തടസ്സമുള്ളവർക്ക് അത് മാറിക്കിട്ടും. വാഹനം വാങ്ങുന്നതിനുള്ള തടസ്സമുണ്ടെങ്കിൽ അത് മാറും. വിവാഹ തടസ്സങ്ങളൊക്കെ ഉറപ്പായിട്ടും മാറും. വീട് വയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനും ഒരുക്കങ്ങൾ ആരംഭിക്കും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വളരെ കാലമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായിട്ട് സ്വർണ്ണ വസ്ത്രങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങും. അപ്പോൾ ഇവർ ഗണപതിക്കാണ് പ്രധാനമായിട്ടും ദൈവാധീനം വരുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുകയോ നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ജന്മത്തിൽ കേതുവും 7ാം ഇടത്ത് രാഹുവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് ഈ നമ്മുടെ കുലദൈവത്തെ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വർഷം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് കന്നിരാശിക്കാരെക്കുറിച്ചാണ്. ഈ കന്നിരാശിക്കാർ ഉറപ്പായിട്ട് മഹാവിഷ്ണുവിനെയും ശിവനെയും പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഇവരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് അർച്ചനയോ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ പുഷ്പഹാരമോ ഒക്കെ സമർപ്പിച്ച് അല്ലെങ്കിൽ വിളക്ക് തെളിച്ച് അവരെ പ്രാർത്ഥിച്ച് ദൈവാധീനം വരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകാം. അതുപോലെ ഈ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സൈനസ്, ജലദോഷം, തലവേദന, തലകറക്കം, ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രോഗാനുഭവങ്ങൾ ഈ ഒരു വർഷക്കാലത്ത് ഇടയ്ക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാലത്ത് വെള്ള വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കണം. വീട്ടിൽ വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റോ കർട്ടൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ കന്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കുടുംബത്തിൽ ദേഷ്യം ഉണ്ടാകുന്ന ഒരു രാശിയാണിത്. അപ്പോൾ ഈ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ ആ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കോടതി വരെ പോകാനുള്ള സാധ്യതയുണ്ട്.
കാരണം ഇവർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഉപദേശം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളുടെ ഉപദേശമാണ്. അപ്പോൾ ഈ ഒരു വർഷക്കാലം എന്തായാലും അത്തരം ഉപദേശങ്ങൾ ദയവ് ചെയ്ത് സ്വീകരിക്കാതിരിക്കുക. പിന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് തൊഴിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ ജോലിയിൽ നിന്നുള്ള സ്ഥലം മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഉദ്യോഗത്തിൻ്റെ ലെവലിലൊരു മാറ്റം, വീട് മാറ്റം, പഠിക്കുന്ന സ്ഥാപനങ്ങൾ മാറാനുള്ളൊരു സാഹചര്യം, ഇവയൊക്കെ മെയ് മാസം 15 കഴിയുമ്പോഴേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യക്കുറിയിൽ നിന്നൊക്കെ ധനാഗമനം പ്രതീക്ഷിക്കാം. തൊഴിലിൽ ശമ്പള വർധനവൊക്കെ ഉണ്ടാകും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നു. വിദ്യാഭ്യാസത്തിൽ പുതിയ അവസരങ്ങൾ ലഭ്യമാകും. ഇവയൊക്കെ ഈ കന്നിരാശിക്കാർക്ക് 2026 വർഷത്തിൽ ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നു. 7ാമിടത്ത് ശനിയാണെങ്കിലും വിവാഹം നടക്കും. പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. വഴക്കൊക്കെ വേഗത്തിൽ സോൾവായിട്ട് പഴയപടി തന്നെ ആകാനുള്ള സാഹചര്യവും ഉണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സുകളിലെ പ്രശ്നങ്ങളും ഈ ബിസിനസ് പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ കേസുകളോ വഴക്കുകളൊക്കെ ഒത്തുതീർപ്പാക്കാനും അതിനൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും ഉണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിദ്യ, തൊഴിൽ, ബിസിനസ് ഇവകളിലൊക്കെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഇവർ ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാനെയും മഹാവിഷ്ണുവിനെയും നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് അവരുടെ മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാണ്. അടുത്തത് തുലാം രാശിയാണ്. ഇപ്പോൾ തുലാം രാശിയിൽ ജനിച്ചവർ ഈ വരാഹി അമ്മൻ്റെ വഴിപാടുകളോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയുടെ വഴിപാടുകളോ ഒക്കെ മാസത്തിൽ ഒരു തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ക്ഷേത്രം സന്ദർശിച്ചിട്ട് ദർശനമൊക്കെ നടത്തിയിട്ട് ഒരു ദീപം തെളിക്കലോ അല്ലെങ്കിൽ ഒരു പുഷ്പഹാരം സമർപ്പിക്കലോ അല്ലെങ്കിൽ ഒരു അർച്ചന കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ സന്ധിവേദന, മുട്ടുവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തുലാം രാശി എന്ന് പറയുന്നത് ശനി ഉച്ചമാകുന്ന രാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം വേദന, മുതുകുവേദന, കഴുത്തുവേദന ഇവയെല്ലാം തുലാം രാശിക്കാർക്ക് സ്വന്തം ആയിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ഇടവത്തെ പോലെ തന്നെ നല്ല ഗുണങ്ങൾ ലഭ്യമാകുന്ന ഒരു രാശിയാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത്. കാരണം ഈ 6ാം ഭാവത്തിൽ ശനിക്ക് 2 വർഷം ഇരിക്കാം. അതുപോലെ തന്നെ തുലാത്തിൻ്റെ 5ൽ രാഹു ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്താനങ്ങളോട് ദേഷ്യമൊന്നും കാണിക്കരുത്, അവരെ ശിക്ഷിക്കാൻ നിൽക്കരുത്. അതൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യണം. മാസത്തിൽ ഒരു ദിവസം ഒരു പുള്ളുവൻ പാട്ട് വായിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് ഉടയാട നൽകി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദവും ഗുണകരവുമാണ്. പിന്നെ ഈ രാശിക്കാർ സുഹൃത്തുക്കളുമായിട്ടുള്ള സഹവാസം മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് കുറേ സന്തോഷമൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ തൊഴിൽ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഈ 2026 ജൂൺ മുതൽ 27 ജൂൺ വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉള്ള തീരുമാനങ്ങൾ എടുക്കണം. അടുത്തത് വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരെക്കുറിച്ചാണ്. ഈ വൃശ്ചികൻ രാശിക്കാർ കുലദൈവ വഴിപാട് അല്ലെങ്കിൽ ധർമ്മദൈവ വഴിപാടുകൾ ചെയ്യണം. ദൈവത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്യണം. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് പൊതുവേ ഉണ്ടാകാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജലദോഷം ഉണ്ടാകാനുള്ള സാധ്യത, പനി വരാനുള്ള സാധ്യതയുണ്ട്, ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത, മലേറിയ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയാണ് ഈ 2026 വർഷത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ഇനി മദ്യപാനം സ്ഥിരം ശീലമാക്കിയവരുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വാഹന യാത്രകളിൽ
നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യണം. ശത്രുക്കൾക്ക് അല്പം ബലം കൂടിയിരിക്കുന്ന സമയമാണ് ഈ വർഷം. അതിനാൽ വളരെ സമാധാനമായിട്ടുള്ള ഇടപെടലുകളാണ് നല്ലത്. അതല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിലെ സന്താനങ്ങളോടും മാതാപിതാക്കളോടും സ്വന്തക്കാരോടുമൊന്നും ദേഷ്യത്തിലുള്ള സംസാരങ്ങൾ അതുപോലെ തന്നെ പ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാകും. ഇവർ ഇടയ്ക്ക് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഭഗവാൻ ഒരു കർഗമാലയൊക്കെ ചാർത്തി ഒരു ദീപമൊക്കെ തെളിച്ച് ഭഗവാനെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ മാറിയിട്ട് ഗുണകരമായ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖല വളരെ മെച്ചപ്പെടും. അതായത് ഏപ്രിൽ 16 മുതൽ പടിപടിയായിട്ട് ഉയർച്ചകൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഇവർ സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതും വളരെ നല്ലതാണ്. പൊതുവെ എല്ലാവരോടും ദേഷ്യമുള്ള ഒരു രാശിയാണിത്. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും ഒക്കെ ദേഷ്യങ്ങളുള്ളൊരു സ്വഭാവം ജന്മനാ തന്നെ ഈ രാശിക്കുണ്ട്. ആടയാഭരണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും തൊഴിൽ ലബ്ധി, വിവാഹം നടക്കൽ, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല അനുകൂലമായ രീതിയിൽ തന്നെ ഈ 2026 ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. ഭൂമി വാങ്ങുന്നതിനൊക്കെ പറ്റിയ സമയം തന്നെയാണ്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർ ശിവഭഗവാനെ വിടാതെ പിടിക്കണം. ശിവമന്ത്രങ്ങളൊക്കെ ജപിക്കണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഈ രാശിക്കാർക്ക് 4-ൽ ശനിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ വർഷം പൂർണ്ണമായിട്ട് തന്നെ ആ രാശിയിൽ ശനി നിൽക്കും. അപ്പോൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവർ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ധനുരാശി എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്നാണ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള രാശിയാണിത്. ഈ രാശിക്കാർക്ക് ജൂൺ മാസത്തിനുള്ളിൽ കുടുംബത്തിൽ നല്ല ശുഭകാര്യങ്ങളൊക്കെ നടക്കും. വിദേശയാത്രകളുണ്ടാകും. വിദേശത്ത് തൊഴിലുകൾ കിട്ടും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വിവാഹം ലഭിക്കും. അവർക്ക് തൊഴിലിൽ മാറ്റങ്ങളുണ്ടാകും. കുടുംബത്തേക്ക് വാഹനങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആടയാഭരണങ്ങളോ നല്ല വിശിഷ്ട വസ്ത്രങ്ങളോ ഒക്കെ ലഭിക്കും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നും ഉണ്ടാകാതെ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന രാശിയാണിത്. എങ്കിലും വാക്കുകൾ ഈ ക്രൂരത ആകുമ്പോഴത്തേക്ക് ചെയ്തതൊക്കെ ഇല്ലാതാകും. ഈ രാശിയുടെ അധിപൻ ഉച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാശ്യാധിപതിയും 4-ാം അധിപതിയുമാണ് വ്യാഴം എന്ന് പറയുന്നത്. മെയ് കഴിയുമ്പോഴേക്കും ഈ 8-ൽ പോയിട്ട് ഈ വ്യാഴം ഉച്ചസ്ഥാനത്താകും. അതിനാൽ തന്നെ ആ സാഹചര്യം ആകുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. അതുപോലെ തന്നെ കുടുംബമായിട്ട് ദീർഘദൂര യാത്രകളൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. പിന്നെ അമിതമായ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. രാത്രി 7 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് 10 മണിക്കുള്ളിൽ ഉറങ്ങുന്ന ഒരു ശീലവും നല്ലതാണ്. തണുത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഐസ്ക്രീം പോലെ കഫം ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 3-ൽ രാഹു നിൽക്കുന്നത് നല്ല ഫലങ്ങളെ തരുന്നതാണ്. ഇപ്പോൾ ധൈര്യം ഉണ്ടാക്കും, ഐശ്വര്യം ഉണ്ടാക്കും, ഭാഗ്യങ്ങൾ കിട്ടും, നറുക്കെടുപ്പിൽ വിജയം ഉണ്ടാകും, വേഗത്തിൽ സാമ്പത്തിക നില ഉയരും, ധാരാളം വിദേശ യാത്രകൾ കിട്ടും. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഒരുമിച്ച് ഉള്ള യാത്രകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് മകരം രാശിക്കാരെക്കുറിച്ചാണ്. മകരം രാശിക്കാർ മഹാഗണപതിയെ ആശ്രയിക്കണം നന്നായിട്ട്. കാരണം അവർക്ക് അഷ്ടമത്തിൽ കേതു ഇരിക്കുകയാണ്. രാശ്യാധിപതിയായിട്ടുള്ള ശനി 3-ലും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. മകരം രാശിക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും. നല്ല ധൈര്യം ഉണ്ടാകും, വിശ്വാസം ലഭിക്കും, പുതിയ തൊഴിൽ ലഭിക്കും. അതുപോലെ തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ നിന്നും ധനാഗമനം കൂടുതലായിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി അടിമയെപ്പോലെ നമുക്ക് പണിയെടുക്കേണ്ടി വരും. എന്നാലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ ഉള്ള അവസരവും ലഭിക്കും. അതുപോലെ വാഹനങ്ങളിൽ അഭ്യാസങ്ങളൊന്നും പാടില്ല. BP, ഷുഗർ ഇവയൊക്കെ നിയന്ത്രിക്കണം. ഇവ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. കൊളസ്ട്രോൾ കൂടാതെ നോക്കണം. നമ്മൾ പ്രവർത്തിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഫലവത്തായിട്ട് വരും.
അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കൽ, വാഹനം ലഭിക്കൽ, കുടുംബധനം ലഭിക്കൽ ഇവയൊക്കെ ഉണ്ടാകും. മെയ് മാസം കഴിയുമ്പോഴേക്കും കുടുംബത്തിൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടായി തുടങ്ങും. ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ ദൃഢമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം അതിലറിയാതെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ശനി 3-ലിരിക്കുന്നതിൻ്റെ ഗുണമില്ലാതാക്കാൻ വേണ്ടി വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയാണല്ലോ. അതിനാൽ തന്നെ തൻ്റെ സ്ത്രീ പുരുഷ റിലേഷൻസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് അപവാദ പ്രചരണങ്ങളിലൊക്കെ കുടുങ്ങി അത് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് തലയിട്ട് അഭിപ്രായം പറയാതിരിക്കാൻ ശ്രമിക്കണം. ഇവർക്ക് 2-ാം സ്ഥാനത്താണ് രാഹു ഇരിക്കുന്നത്. അതിനാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അധികം ഇഷ്ടപ്പെടാതെ അതുവഴി വഴക്കുകളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കുന്നത് ശരിയല്ല. ദൈവാധീനം വരുത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ മഹാഗണപതി ക്ഷേത്രത്തിൽ സന്ദർശിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉത്തമമാകുന്നു. അടുത്തത് കുംഭൻ രാശിയാണ്. ഈ രാശിയിൽ ജന്മത്തിൽ രാഹുവും 7-ാമിടത്ത് കേതുവുമാണ്. അതുകൊണ്ട് ഇവർ നിർബന്ധമായിട്ട് നരസിംഹമൂർത്തിയെ ആശ്രയിക്കണം. നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ യഥാവിധിയായിട്ട് ചെയ്യണം. ഇപ്പോൾ പൂമാല കൊടുക്കുക, അല്ലെങ്കിൽ ദീപം തെളിക്കുക, നിവേദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇതൊക്കെ വഴിപാടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴുത്തിന്, ചെവിക്ക്, വായ്ക്ക്, പല്ലിന്, തലയ്ക്ക്, തോളുകൾ ഇവയ്ക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കാലിന് രോഗങ്ങൾ, വേദന ഇവയൊക്കെയും ഉണ്ടാകാവുന്നതാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുടുംബത്തിലെ മുതിർന്നവരോട് വഴക്കുണ്ടാകാതെ നോക്കണം. ദൂരദേശ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ജൂൺ മാസത്തിനുള്ളിൽ കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കണം. എന്നാലും ഈ തൊഴിൽ കാര്യങ്ങളിൽ ജൂൺ മാസം വരെ കുറച്ച് ശ്രദ്ധ വേണം. ജൂൺ മാസം കഴിഞ്ഞ് തൊഴിൽ മേഖല വളരെയധികം ഇവർക്ക് നന്നായി വരും. ഇപ്പോൾ അതുപോലെ തന്നെ തൊഴിൽ ഉയർച്ച ഉണ്ടാകും. ആ സമയത്ത് പ്രൊമോഷൻ ഉണ്ടാകും, അധികാരമാറ്റം ഉണ്ടാകാം. അതുവഴി സാമ്പത്തിക ലാഭവും നമുക്ക് കിട്ടും. ഈ വർഷം കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്ന രാശികളിൽ ഒന്നാണ് ഈ കുംഭം എന്ന് പറയുന്നത്. പക്ഷേ ശത്രുക്കളുടെ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധയോടെ പെരുമാറുന്നത് നല്ലതാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി അത് വലിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഈ കുംഭൻ രാശിക്കാർക്ക് വളരെ നല്ല ഗുണങ്ങൾ കിട്ടേണ്ട വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം വീട്ടിൽ വളരെ നല്ല നല്ല കാര്യങ്ങൾ പടിപടിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. വിശേഷപ്പെട്ട കാര്യങ്ങളിലൂടെ സന്തോഷം കിട്ടും. അതുപോലെ തന്നെ വിശിഷ്ട വസ്ത്രങ്ങളോ അതുപോലെ സ്വർണം ലഭിക്കലോ ധനാഗമനം അപ്രതീക്ഷിതമായിട്ടുണ്ടാവുകയോ സാഹിത്യാദി കലകളിൽ അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള ഒരു രാശിയാണ് ഇത്. ഇപ്പോൾ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഉറപ്പായും ചെയ്യാൻ പറ്റുന്ന കാലമാണ് അടുത്ത ഒരു വർഷം എന്ന് പറയുന്നത്. അടുത്തത് മീനൻ രാശിയാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കേണ്ട ദേവത എന്ന് പറയുന്നത് ഗണപതി തന്നെയാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കാം. കാരണം 7.5 ശനിയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കർഗമാല ചാർത്തുക, നാളികേരം ഉടയ്ക്കുക, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റമാല കൊടുക്കുക, വെണ്ണ നിവേദ്യം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ ഉള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ കാലുകൾ, കാൽമുട്ടുകൾ, പാദം, കൈത്തണ്ട് ഇവിടെയൊക്കെ നീർക്കെട്ടോ വേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണം കിട്ടും. അതുപോലെ മാതാപിതാക്കൾക്ക് നല്ല അനുഭവ ഗുണങ്ങളൊക്കെ കിട്ടും. തൊഴിൽ മേഖലയിൽ നല്ല ആനുകൂല്യം ഉണ്ടാകും. സന്താന വിഷയത്തിൽ കോപങ്ങൾ ഉണ്ടാകാതെ നോക്കണം. എങ്കിലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, ബിസിനസ് ഇവകളൊക്കെ വളരെ മെച്ചമായി നടക്കുന്നതാണ്. അതുപോലെ കുലദേവതകളുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളുടെ അല്ലെങ്കിൽ കുടുംബദേവതകളുടെ ക്ഷേത്രത്തിൽ ഈ മീനൻ രാശിക്കാർ പോയിട്ട്
വേണ്ടുന്ന കണക്കുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യണം. ഇവർക്ക് മെയ് 14 ശേഷം നല്ല ഉയർച്ച ഉണ്ടാകും. അതായത് തൊഴിലിലാണെങ്കിലും ഉദ്യോഗത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ നടക്കും. ഇവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല രാശിയായിട്ടാണ് ഈ ഒരു വർഷക്കാലം മീനൻ രാശിയെ കാണുന്നത്. അപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള രാശികളിലെ ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ദോഷഫലങ്ങൾ ആ രാശിയിൽ കണ്ടു എങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് ദോഷഫലങ്ങളൊക്കെ മാറ്റി അടുത്ത ഒരു വർഷക്കാലം വളരെ നന്മയുള്ള ഒരു വർഷമാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.